നമസ്കാരം എല്ലാവർക്കും. പിന്നെ അവധിയല്ലേ, എല്ലാവർക്കും കർക്കിടക വാവിൻ്റെ അവധി ഉണ്ടാവുമല്ലോ അല്ലേ. ബലിയുടെ ഉണ്ടവരൊക്കെ പോയി ചെയ്തിട്ട് വന്നോ? എനിക്കും ഇന്ന് കുറച്ച് ലേറ്റായി. നേരത്തെ റെക്കോർഡ് ചെയ്യണം വിചാരിച്ചതാണ്, നടന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റിച്വൽ ന്യൂ മൂണാണ്. ന്യൂ മൂണിൽ അമാവാസി വരുമ്പോൾ അതും നമ്മുടെ ഈ മൂണിൻ്റെ ഫേസസ് നമ്മളുടെ ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പൗർണമിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം കാര്യം, നമുക്ക് അമാവാസിക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അന്ന് മിസ്സായവർക്ക് ഇന്ന് ഞാൻ പറയുകയാണ്. അതായത് ബേ ലീഫ് എടുക്കുക. ബേ ലീഫ് പറഞ്ഞ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇലയാണ്. പൊട്ടാത്തതായിരിക്കണം, ഹോൾ ഇലയായിരിക്കണം കേട്ടോ. ഉണങ്ങിയ ഇലയാണത്. ഓക്കെ, ബേ ലീഫ് എന്ന് പറയും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. BAYLEAF, ബേ ലീഫ്. അത് ഒരെണ്ണം, ഹോൾ ഒരെണ്ണം എടുക്കുക. ഭയങ്കര വലിയ ഇലയൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അത്രയും ഉള്ള ഒരു ഇല. സൈഡൊക്കെ നീറ്റായിരിക്കണം, പൊട്ടിയതൊന്നും ആയിരിക്കരുത്. അതിൽ ഗ്രീൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രീൻ പെൻ അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ചിട്ട്, ബ്ലാക്ക് ഉപയോഗിക്കേണ്ട. നിങ്ങളുടെ ഒരു വിഷ്, അത് എന്തും ആവാം, കരിയർ റിലേറ്റഡ് ആവാം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആവാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, റിയലിസ്റ്റിക് ആയിരിക്കണം കേട്ടോ. എനിക്ക് 10 കോടി ലോട്ടറി അടിക്കണം എന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ട്, റിയലിസ്റ്റിക് ആയിട്ട് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊന്നും എഴുതിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് റിയലായിട്ട് ലൈഫിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മുഴുവൻ വിശ്വാസത്തോടെ അതിലെഴുതുക. എഴുതിയതിന് ശേഷം എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് റീയൂണിയൻ ആണ് വേണമെങ്കിൽ റീയൂണിയൻ എന്ന് മാത്രം എഴുതിയാലും മതി. നിങ്ങളുടെ രണ്ടാളുടെ ഇനിഷ്യൽസും എഴുതിക്കോളൂ. ഓക്കെ, അതേപോലെ കരിയർ ചേഞ്ച് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കരിയർ ചേഞ്ച് എന്ന് മാത്രം എഴുതുക. ന്യൂ ജോബ്, ഓക്കെ, ഡിവൈന് നിങ്ങളുടെ മനസ്സറിയാം ഓൾറെഡി, അതുകൊണ്ട് നീട്ടി വലിച്ചെഴുതണമെന്നൊന്നുമില്ല. ന്യൂ ജോബ് എന്ന് എഴുതുക. എന്നിട്ടത് ഈ ദിവസത്തിൽ ഏത് നേരത്ത് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു മൺവിളക്കോ എന്തെങ്കിലും, ഒരു പ്ലേറ്റോ എന്തായാലും മതി. പൊട്ടിപ്പോകാത്ത സാധനമായിരിക്കും. പ്ലാസ്റ്റിക് പ്ലേറ്റ് ഒന്നും ഉപയോഗിക്കരുത്. മെറ്റലിൻ്റെ പ്ലേറ്റോ മൺവിളക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൽ ഇട്ടിട്ട് ഇത് കത്തിക്കുക. ഓക്കെ, ഫുള്ളായിട്ട് കത്തിക്കണം. കത്തിച്ചിട്ട് അതിൻ്റെ ചാരം അവിടെ ഇവിടെ ഇടരുത്. അതിൻ്റെ ചാരം വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്നുകിൽ ചെടിയുടെ താഴെ നിക്ഷേപിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചവിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മണ്ണിലേക്ക് ബ്ലോ ചെയ്ത് കളയുക കേട്ടോ. ബ്ലോ ചെയ്യുന്നതിന് മുന്നേ ഡിവൈൻ യൂണിവേഴ്സ്, ദൈവത്തിന് താങ്ക്സ് പറയണം. ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് വേണം. അതായത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിവൈനിന് താങ്ക്സ് പറയുക. നല്ല കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. തേർഡ് പാർട്ടി റിമൂവൽ എന്നൊന്നും പറഞ്ഞ് ചെയ്യരുത്. നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ പാടില്ല. പോസിറ്റീവ് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് റീയൂണിയൻ ആഗ്രഹിക്കാം, പക്ഷേ തേർഡ് പാർട്ടി റിമൂവൽ എന്നൊന്നും പറയരുത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കരിയറിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യമാണ്, ചെയ്തു നോക്കൂ. ഓക്കെ, എന്തെങ്കിലും ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കില്ല. മുഴുവൻ വിശ്വാസത്തോടെ വേണം ചെയ്യാൻ കേട്ടോ. അതുപോലെ താമസിയാതെ 88 പോർട്ടൽ വരുന്നുണ്ട്. ഓഗസ്റ്റ് 8-ന് 88 പോർട്ടൽ ഓപ്പൺ ആവും. അന്നത്തെ റിച്വൽ ഞാൻ അപ്പോൾ പറയാം. ഓക്കെ, ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ദിവസത്തിൽ, ഇന്നത്തെ ദിവസം രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞ പോലെ മൂണിൻ്റെ ഫേസസ് മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള റീഡിങ് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവേണ്ട കൂടുതലായിട്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെ നോക്കാം. ഫീലിങ്സ്, ന്യൂ മൂണിൻ്റെ എഫക്റ്റ് എന്താണ്, അവരുടെ ഫീലിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? ആൽഫബറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് നിങ്ങൾക്കായിട്ടുള്ള എന്താണ്? ഈ പേപ്പർ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ അറിയോ, ഈ സെറ്റ് ഓഫ് പേപ്പേഴ്സ് ഞാൻ ഒന്ന് പൂജിച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ABCDEFലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായി എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ABCDEF.
ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEFൽ തുടങ്ങുന്നതാണ്. അവരുടെ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എന്ന് കാണിച്ചു തരൂ. എന്താണ് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവർ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഫീൽ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരൂ. Five of Wands, Knight of Cups. Oh, happiest card, Lovers. World. Two of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് വാൻസ്. ഓക്കെ, നല്ലതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇവർ ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ വെള്ളം നിറയെ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ ട്രാവൽ ചെയ്തിട്ട് ഓൺ ആൻഡ് ഓഫിലാണ് നിങ്ങൾ തമ്മിൽ കാണാറുള്ളത്. അതുപോലെ ഇവർ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, കാരണം ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവരൊരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ നിന്നൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവരുടെ മനസ്സിൽ ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി സ്നേഹം ആണ്, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണെങ്കിൽ അവർ ആ കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ നിന്നും മറികടന്ന് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹം ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ലവേഴ്സ് കാർഡ് വെച്ചിട്ട് അതിൻ്റെ അപ്പുറം അവരുടെ ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അവരുടെ ഫീലിംഗ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ ഇവർ വളരെ അത്രയും സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ലെവലിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹമാണ്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് ഒക്കെ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ രാശി കണക്റ്റ് ആയിരിക്കുന്ന, ഇത് രാശി പറയാതെ പോയാൽ എങ്ങനെ ശരിയാവും അല്ലേ? ലവേഴ്സ് വെച്ചിട്ട് ജെമിനി കേട്ടോ, മിഥുന രാശി കുറേ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വോൺസിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് ജെമിനിക്ക് ശേഷം വന്നിരിക്കുന്നത് കേട്ടോ. ഏരിയാസ് കൂടി തരൂ ഡിവൈൻ, കൂടുതൽ പറയൂ. അവരുടെ ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്? ഇതിൽ നിങ്ങളുടെ രാശിയും ഉൾപ്പെട്ടിരിക്കാം കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ, 7 ഓഫ് കപ്സ്, ഏസ് ഓഫ് സ്വാർഡ്സ്, സ്ട്രെങ്ത്. കുറച്ച് കാർഡ്സ് ഞാനങ്ങ് എടുക്കുകയാണ്. എംപ്രസ്, വെരി ഗുഡ്. സ്റ്റാർ ആൻഡ് ദ ചാരിയറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഇന്നലത്തേൻ്റെ ഏകദേശം ഒരു റെപ്പറ്റേഷൻ ആയിട്ടൊക്കെ തന്നെയാണ് കാണുന്നത് അല്ലേ? ഞാൻ നോക്കിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വലിയ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു പക്ഷേ ഏർണിംഗ് ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കും അവർക്കും റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ ഒരുപാടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ രണ്ട് സൈഡിലും തന്നെ കാണുന്നുണ്ട് ചിലർക്കെങ്കിലും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ എല്ലാം അവിടെ തന്നെ അതാത് സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക്, നിങ്ങൾക്കോ അവർക്കോ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള എന്താ പറയുക, അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ള ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് മിററിങ് എനർജി എന്ന് പറയും. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് അവരും ഫീൽ ചെയ്യുന്നത്. ഓക്കെ,
അതേപോലെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, ലൈഫിലുള്ള എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും അത് ക്ഷമയോടെ കൈകാര്യം ചെയ്ത് ഇതിനൊരറ്റം എത്തണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ടോറസ് രാശിക്കാർ, ഋഷഭ രാശിക്കാർ വളരെ പ്രബലമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ലിയോ രാശിക്കാർ, ചിങ്ങം ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ക്യാൻസർ, കർക്കിടക രാശിക്കാർ ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട്. അക്വേറിയസ്, കുംഭരാശിക്കാരും ഈക്വലി തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ എല്ലാ രാശിക്കാരും തന്നെ ഉണ്ട്. കപ്സ് ഉണ്ട്, സോൾസ് ഉണ്ട്, പെൻഡക്കിൾസ് ഉണ്ട്. എല്ലാ രാശിക്കാരും തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ പ്രബലമായിട്ട് ജെമിനി, ടോറസ്, അക്വേറിയസ് ആൻഡ് ക്യാൻസർ ഇത്രയും രാശിക്കാർ പ്രബലമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ലിയോ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ പോസിറ്റിവിറ്റിയുമായിട്ടാണ് നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരതിനെപ്പറ്റി ഭയങ്കര അപ്രിസിയേഷനും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബൊക്കെ ഉള്ള ഒരാളായിരിക്കണം, നിങ്ങളുമായിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അതേപോലെ സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള പേഴ്സണാണ് ഇവർ. ഈവൻ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊളിറ്റിക്സിലുള്ളവരായിരിക്കാം. അതേപോലെ യൂണിഫോം റിക്വയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോബ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഒരുപാട് കയ്യിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം ചോദിച്ചാൽ അവർക്കൊരു ഡിസിഷൻ പറയാനൊക്കെ അറിയാം. ഓക്കെ, അതേപോലെ നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് ആയിട്ടാണ്. അവിടെ എനർജി മാത്രം എടുക്കുക, സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദം അവിടെ ഇല്ല. എംപ്രസ് എന്ന് പറയുമ്പം ഇത് ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിന് പോലും വാലിഡ് ആണ് കേട്ടോ. ഞാൻ അവരെയും ഇൻക്ലൂഡ്, മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ആ ഒരു ലെവലിലാണ് എന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ യാതൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന കെയർ, അതേപോലെ നിങ്ങൾ കാണാനും നല്ലൊരാളായിരിക്കണം. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന കെയർ അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണും നല്ല ആളായിരിക്കണം കാണാൻ കേട്ടോ. നല്ല ഒരു എന്താ പറയുക, അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്നാണ് ഇവിടെ കാണുന്നത്. ക്വീൻ ഓഫ് പെൻഡക്കിൾസും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എംപ്രസും അത് തന്നെയാണ്, അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്നാണ് അവിടെ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും തന്നെ വളരെ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റീസ് ഉള്ളവരായിരിക്കണം. ഇന്ന് ഡുവലായിട്ടാണ് കണക്റ്റ് ആവുന്നത്. കാരണം ലവേഴ്സ് അവിടെ വന്നതുകൊണ്ടായിരിക്കും എല്ലാം ഡുവലായിട്ട് കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ കേട്ടോ. അപ്പോൾ രണ്ടുപേരും തന്നെ പരസ്പരം ഭയങ്കരമായിട്ട് അഡ്മിറേഷൻ ഉള്ള ആൾക്കാരാണ്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. നിങ്ങൾ രണ്ടുപേരും തന്നെ ഏൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ബാക്ക് ഓഫ് ദി മൈൻഡ് ഇവരോടുള്ള സ്നേഹം വളരെ പ്രബലമായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് ഇവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആണ്. നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ്. ഈസ് ദെയർ എനി നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ്? ചുമ ഇതുവരെ മാറിയില്ല. വാട്ട് ഈസ് എ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ? ഹാങ്ഡ് മാൻ. ഇവരൊരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അവിടെ നിന്ന് അവരുടെ ചിന്തകൾ മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഇവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഞാനിത് എൻ്റെ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ സാധാരണ സ്റ്റക്ക് എന്ന് എല്ലാവരും പറയും അല്ലേ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? കാരണം കൂടെയുള്ള മറ്റ് കാർഡ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് കേട്ടോ. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അവരതിൽ സ്റ്റക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തുള്ള കാർഡ് എന്താ? ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. മനസ്സിലായി? ചുറ്റുമുള്ള കാർഡ്സും നമ്മൾ നോക്കും. ഓക്കെ, ഇത് ടാരോ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ്. ഫർദർ ആക്ഷൻ. 10 ഓഫ് കപ്സ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആണോ എന്ന് ഫൈനലി അവിടെ ജഗ്ലിങ് കാണുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. കൺഫ്യൂഷൻസ് കാണുന്നുണ്ട്. ഒരു ഫേം ഡിസിഷൻ എടുത്തു, നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറയാൻ കുറേ ശതമാനം ആൾക്കാർ അങ്ങനെയും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം ചാരിയറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു.
നിങ്ങളൊരു അൺമാരീഡ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് മുന്നിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കമ്മിറ്റ്മെൻറ്റുമായി മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതേസമയം നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ ഉണ്ടെങ്കിൽ അവിടെ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാനം എന്താണെന്നൊക്കെ അവർ തീർച്ചയായിട്ടും റിയലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ അല്പം അവർ ക്ഷമയോടെ മാത്രമേ കാര്യം മുന്നോട്ട് വരികയുള്ളൂ, കാരണം അവിടെ ഹാങ്ഡ് മാനും വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഫൈനൽ റിസൾട്ട് ഒരു സ്റ്റെബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ഡിവൈൻ എന്തായിരിക്കും നെക്സ്റ്റ് ആക്ഷൻ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ. കിങ് ഓഫ് കപ്സ്, സ്നേഹം ഒരുപാട് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് മടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വരും കേട്ടോ. കാരണം എടുത്ത് ചാടി രണ്ട് സൈഡിലും എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ. അവിടെ ഫാമിലി ഉണ്ടാവും, കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, അതേപോലെ പാരൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തെറിഞ്ഞിട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പുറത്ത് സ്ട്രെങ്ത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫർദർ കാർഡ്സ് പ്ലീസ്. നെക്സ്റ്റ് ആക്ഷൻ. ടു ഓഫ് കപ്സ്, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഒരു 2 days മുതൽ 2 weeksൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കാണും. ഓക്കെ, കാണും, സംസാരിക്കും. പക്ഷേ ഫർദർ ആക്ഷൻ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ ഇതിനെ എന്താണ് റിലേറ്റ് ചെയ്തിരിക്കും ഇവരുടെ ഫർദർ ആക്ഷൻ എന്നുള്ളത്. മനസ്സിലായല്ലോ? റീയൂണിയൻ വരുന്നുണ്ട് ഉറപ്പായിട്ടും. ഇതിൽ മിക്കവാറും പേർക്ക് തന്നെ റീയൂണിയൻ 2 days to 2 weeksൻ്റെ ഉള്ളിൽ സാധ്യതയാണ്. ഡിവൈൻ ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ന്യൂ ലവ്. ചിലരെങ്കിലും ഒരു ഈഗോ പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങളോട് ഇഷ്ടം ന്യൂ ലവ് ആണ്, ന്യൂ പ്രപ്പോസലൊക്കെ നിങ്ങൾ കൊടുക്കുന്ന അവിടെയാണ് ഞാൻ ഈ പറയുന്നത്. ഈഗോ മൂലം അക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്നാൽ ലവേഴ്സ് കാർഡും ഉണ്ട്. അതിൻ്റെ അർത്ഥം കുറേ പേർക്കെങ്കിലും ഒരു ലവ് അക്സെപ്റ്റൻസ് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഈ ലവേഴ്സ് കാർഡ് എല്ലാവർക്കും തന്നെ പെർട്ടൈനിങ് ആയിട്ട് എടുക്കാം. വൺ മോർ കാർഡ്. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ ജനറൽ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ ഏത് ലെവൽ വരെയും പോകാൻ റെഡിയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഗ്രൂപ്പുകാർക്ക് വളരെ പോസിറ്റീവായിട്ടൊരു റീഡിങ് തന്നെയാണ് കണ്ടത്. ഇവരുടെ മനസ്സിൽ നിറയെ സ്നേഹമാണ്. ചിലർക്കെങ്കിലും ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് വരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്കും മറ്റുള്ളവർക്കും ഒരു റീയൂണിയൻ പോസിബിലിറ്റി 2 days to 2 weeksൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. സ്റ്റക്ക് സിറ്റുവേഷനിലിരിക്കുന്ന കുറേ പേർക്കെങ്കിലും ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റക്ക് സിറ്റുവേഷനിലിരിക്കുന്നവർ ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യുകയുള്ളൂ. പക്ഷേ അവർക്കും മനസ്സിൽ കമ്മിറ്റ്മെൻറ്റ് തരണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. ക്ഷമയോടെ മാത്രമേ അവർ ആ കാര്യം ഹാൻഡിൽ ചെയ്യുള്ളൂ, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് GHIJKL ആണെങ്കിൽ അവരുടെ ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് നിങ്ങൾക്കായിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ന്യൂ മൂൺ റിലേറ്റഡ് ആണ്. കാരണം ഹൈറ്റൻഡ് ആയിരിക്കും ഇവരുടെ ഫീലിങ്സ്. ഇന്ന് അങ്ങ് ഏറ്റവും ഹൈറ്റൻഡ് ഇരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇവർ. അപ്പോൾ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നുള്ളത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചോദിക്കാം. ഡിവൈൻ പ്ലീസ് ഹെൽപ്പ്. GHIJKL തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ
ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. GHIJKL എടുക്കണേ. Queen of Swords, 2 of Cups, 6 of Cups, 4 of Cups, Page of Cups, very good, and 8 of Pentacles. Okay. ഈ ഗ്രൂപ്പുകാർക്ക് ഒരു 2 സിറ്റുവേഷൻ ആണ് കാണുന്നത്. അതായത് ഒന്നുകിൽ ഇവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുമല്ല നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ്. 1-2 കൊല്ലമല്ല അതിൽ കൂടുതലായിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം. നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ട്. ടുഗദർ ആയിട്ട് രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്ത ഓർമ്മകൾ കുറേ ഉണ്ട്. ഓക്കെ, നിങ്ങളെ ഒരുപാട് മിസ്സിങ് എനർജിയിലാണ് ഇവർ. നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു ക്വീൻ ഓഫ് സ്പോർട്സിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളായിരിക്കും ഇവരെ, നിങ്ങളിലെ സ്ത്രീ, അതായത് നിങ്ങളുടെ പേരിൽ ഉള്ള സ്ത്രീ സാന്നിധ്യം ഉണ്ടല്ലോ, അവരാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവർ ആയിട്ട് വഴക്കിട്ടിട്ട്, ലൈക്ക് നിങ്ങളാണ് സ്ത്രീയെങ്കിൽ നിങ്ങളാണ് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവരാണ് സ്ത്രീയെങ്കിൽ അവരാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് റീയൂണിയൻ വളരെ ആഗ്രഹമുണ്ട്, അവരുടെ മനസ്സിലും ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു മെസ്സേജ് കോളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇവർക്ക് വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഓൺലൈൻ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു ചിലർക്കെങ്കിലും ഒരു ന്യൂ ലവ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ന്യൂ ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരാളാണ്, നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ടൊക്കെ ആയിരിക്കാം. നിങ്ങൾ വീണ്ടും തമ്മിൽ കണ്ടുമുട്ടി, പക്ഷേ പുതിയ കണ്ടുമുട്ടലിൽ ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുന്നതായിട്ടോ അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ, ഒരു റീയൂണിയനിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും കണ്ടു കാണണം. പഴയ ക്രഷൊക്കെ ആയിരുന്നിരിക്കണം അങ്ങനെ. പക്ഷേ ആ ഒരു ഫീലിംഗ് ഇപ്പോൾ വീണ്ടും റീകിൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറേ പേരെങ്കിലും അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. കാരണം ഫൈനാൻസസ് അവിടെ ഒരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെയോ ഇവരുടെയോ അമ്മയും ഇവിടെ ഒരു പ്രോബ്ലമായിട്ട് ചിലർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലും ചിലർ ഉണ്ട്, അതും കാണുന്നുണ്ട് കേട്ടോ. ഈ ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി അവരുടെ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും ഉണ്ട്. ഇതിൻ്റെ രാശികൾ ആസിറ്റീസ് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ കപ്സിൻ്റെ എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്ന. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പിന്നെ സ്വാട്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. Give me some more cards, divine. Give me some more cards to show their honest, true, deep down feelings. മിസ്സിംഗ് ആണ് ഒരുപാട് കാണുന്നത്. The Fool, Chariot, 7 of Pentacles, 3 of Cups, 5 of Pentacles. ലവേഴ്സ് ഇവിടെയും വന്നിട്ടുണ്ട്. ലവേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കെങ്കിലും ഒരു ന്യൂ ലവ് അവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നുമാണ് ഒരു ന്യൂ ലവ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തായിരിക്കണം, അവരോടൊരു ഫീലിംഗ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ന്യൂ ലവ് ആണ് കേട്ടോ. നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത ലവ് ആണ്. നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം, അത് പോസിറ്റീവായിട്ട് തന്നെ വരും. സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കോളേജ് ഗോവേഴ്സ് അല്ലെങ്കിൽ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരു ന്യൂ ലവ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായി പോയി പറയൂ, അവരത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ജമുനായി കുറച്ച് കൂടുതലായിട്ട്, മിഥുന രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് ഉണ്ട്. മേടം രാശിക്കാർ, അതായത് ഏരീസ്, പിന്നെ ക്യാൻസർ, കർക്കിടക രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് എന്താ പറയുക, കുറച്ച് ജോളി ആയിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുക, നിങ്ങളുമാവാം കേട്ടോ.
ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അതേപോലെ ഇവിടെയും യൂണിഫോംഡ് ജോബ്സുകാർ കുറച്ച് കൂടുതലായി തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ ഇവരെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോവാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തീരുമാനം എടുക്കുന്ന ചിലപ്പോൾ ഇവരായിരിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ചിലർക്കെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ട് അവർ പറഞ്ഞിട്ടില്ല, ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് സ്നേഹവുമാണ് കേട്ടോ. റീയൂണിയൻ കാണണം, നിങ്ങളെ കാണണം എന്നുള്ള ചിന്ത ഇവർക്ക് ഒരുപാട് തന്നെ ഉണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു വെയിറ്റിംഗ് പീരീഡ് വരാനുള്ള കാരണം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഫൈനാൻസസ് ഒരു ഇഷ്യൂ ആണ്. ചിലർക്കെങ്കിലും ലോണ് കാര്യങ്ങൾ അങ്ങനത്തെ ചില പ്രാരബ്ധങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് കരിയറിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അല്ല ഒരു ന്യൂ ലവാണ് എക്സ്പ്രസ് ചെയ്യാതിരിക്കാനുള്ള കാര്യം അവർക്ക് ജോലി ശരിയായിട്ടുണ്ടാവില്ല. ജോലി ആയതിനു ശേഷം പറയാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ടോട്ടലായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് അവരുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്നിവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഉറച്ച തീരുമാനം തന്നെയാണ് അവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പുകാരെക്കാളും സെക്കൻഡ് ഗ്രൂപ്പുകാർ കുറച്ച് കൂടുതൽ സ്പീഡി ആയിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ് ഡിവൈൻ, ഷോ മീ വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് ആക്ഷൻ. ഇത് കുഞ്ഞു കാർഡ്സാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള കാർഡ്സാണ്, ചെറിയ കാർഡ്സാണ്. നെക്സ്റ്റ് ആക്ഷൻ, കുറേ പേർക്കെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് വരൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന അത് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ജോലി ആയതിനു ശേഷം മാത്രമേ മുന്നോട്ട് വരാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരാണ്. അവരുടെ അറ്റൻഷൻ സ്കാറ്റേർഡ് ആണ് ഇപ്പോൾ. ഓക്കെ, അതേപോലെ നിങ്ങളെ പ്രതി ചില ഇൻസെക്യൂരിറ്റീസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് ഇവർ മാത്രമല്ല, ലൈക്ക് വേറെ ചോയ്സസ് ഉണ്ട്, അതായത് ബെറ്റർ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. നമ്മളെ ഇവർ ചൂസ് ചെയ്യുമോ, ഇതിൽ നിന്ന് നമ്മളെക്കാളും നല്ല ആൾക്കാർ ഇവരുടെ ലൈഫിൽ ഉണ്ടല്ലോ എന്ന്, അതായത് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു പക്ഷേ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അത് ഇവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് വാൻഡ്സ്, നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം വേണമെന്ന് ഇവർ ആഗ്രഹിക്കേണ്ട. ചിലരെങ്കിലും ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് മുന്നോട്ട് വരും. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നായിരിക്കണം. ദ ചാരിയറ്റ് അത് തന്നെയാണ്, ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രപ്പോസൽ, ഒരു റീയൂണിയൻ ഒക്കെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ദ ഫൂളിൻ്റെ അതായത് റിപ്പീറ്റഡ് കാർഡാണ്. ഫൂൾ എന്ന് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് എന്ന് തീരുമാനിച്ചിരിക്കുന്ന, ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ചൊരു യാത്രയൊക്കെ പോകാൻ, ചിലപ്പോൾ ഒരു റീയൂണിയൻ നടക്കുന്ന വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും. നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര, ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു യാത്രയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 4 of Wands, പ്രപ്പോസൽ, ഞാൻ പറഞ്ഞില്ലേ, വിഷ് ഫുൾഫിൽമെൻറ്റ്, പ്രപ്പോസൽ. ഉറപ്പായിട്ടും കുറേ പേർക്ക് ലവേഴ്സ് കാർഡും റീയൂണിയനും രണ്ടും വന്നിട്ടുണ്ട്, 2 of Cups വന്നിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, ഒരു പ്രപ്പോസൽ, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കല്യാണം ഒക്കെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും ചിലർക്കെങ്കിലും ജോബ് പുതിയതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ന്യൂ ജോബ് ഓഫേഴ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് പ്രപ്പോസൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. 9 of Swords ഇൻ റിവേഴ്സ് ആണ് വന്നത്. ഓക്കെ, അതായത് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ മറികടന്നവർ മുന്നിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. റിവേഴ്സ് കാർഡ്സ് ഞാൻ സാധാരണ എടുക്കാറില്ല, പക്ഷേ ഇതൊരു നെഗറ്റീവ് കാർഡ് വന്ന് റിവേഴ്സിൽ വന്നപ്പോൾ നമുക്കത് എടുക്കാം. ഒരു കാർഡ് കൂടെ വേണേൽ എടുക്കാം നമുക്ക്. എംപ്രസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ അവർ ലൈഫിൽ ഏത് ലെവലിലാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്, ആണായാലും പെണ്ണായാലും കേട്ടോ. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല
എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. 9 ഓഫ് കപ്സ് വിഷ് ഫുൾഫിൽമെൻറ്റ്. ഓക്കെ, എത്ര കാർഡ് വന്നു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഈ ഗ്രൂപ്പുകാർക്ക്? ഓൾ ദി ബെസ്റ്റ്. നല്ല വർത്തമാനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ഇടണം. റീയൂണിയൻ, പ്രപ്പോസൽ എല്ലാം, കല്യാണം ഒക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ ഇടണം. എനിക്കത് കാണുന്നത് സന്തോഷമാണ്. കഴിയുന്നത് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ചിലരുടെ പിന്നീട് ലേറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് മിസ്സായി പോകാറുണ്ട് കേട്ടോ. ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. എല്ലാവരുടെയും കമൻസ് ഞാൻ കാണാറുണ്ട്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇവിടം വരെ എത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ക്യാമറ ഈ ആംഗിളിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാർഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇനി മുതൽ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാർ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം MNOPQRS. ഓക്കെ ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRSൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആദ്യ അക്ഷരം MNOPQRS ആണ്. ശബ്ദം ഐ ആം സോറി ഈശ്വര, കാർഡ് വീണത് എനിക്ക് എടുക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ലവേഴ്സ് കാർഡാണ് ആദ്യമേ വീണത്. അതെങ്ങനെ എടുക്കാതിരിക്കും? MNOPQRSകാർക്ക് അവരുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണെന്ന് കാണിച്ചു തരും. ഇന്ന് എല്ലാവർക്കും ഒരു ലക്കി ഡേ ആണല്ലോ അല്ലേ? ഫസ്റ്റ് കാർഡ് ലവേഴ്സ് ആയിരുന്നു. സെക്കൻഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് കാർഡ് വന്നിട്ട് സ്റ്റാർ. Knight of Cups, Page of Swords. Bottom of the deck വന്നിട്ട് King of Wands. ഓക്കെ, ഇവിടെയും ഒരു മ്യൂച്വൽ ലവ് നല്ലതായിട്ട് തന്നെ കാണുന്നുണ്ട്. മെയിൻ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം എന്ന് തന്നെ പറയാൻ സാധിക്കുള്ളൂ. കാരണം ലവേഴ്സ് കാർഡാണ്, ഫസ്റ്റ് തനിയെ തന്നെ വീണതാണ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ഇവർ നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് എനി സോഷ്യൽ മീഡിയ റിലേറ്റഡ് ഇവരോ നിങ്ങളോ തിരിച്ചുമായിരിക്കാം കേട്ടോ. രണ്ടുപേരും തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇവരുടെ വാട്സാപ്പ് അപ്ഡേറ്റ്സ് DP വാട്ടെവർ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ അവർ ഇടുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ അവർ നിങ്ങളുടെയും വേറെ ബോട്ട്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് രണ്ടുപേരും തന്നെ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ലവേഴ്സ് കാർഡ് വന്നപ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ഫീലിങ്സ് ആയിട്ട് എടുത്തോളണം കേട്ടോ. ലവേഴ്സ് ഇതുവരെയുള്ള എല്ലാത്തിലും ലവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഉള്ളത് തന്നെയാണ്. 2 വേ മിററിങ് എനർജി തന്നെയാണ് അവിടെ. ഇവർ നിങ്ങളുടെ ഒരു അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ സ്നേഹം തന്നെയാണ്, മുന്നോട്ട് വരണം, സംസാരിക്കണം, കാണണം എന്നൊക്കെ ഇവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് സ്പോർട്സ് വെച്ച് ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലായിട്ട് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും സ്റ്റുഡൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. സ്റ്റുഡൻസ് പറയുമ്പോൾ ലൈക്ക് ഈവൻ നോർമൽ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാവാനും സാധ്യതയുണ്ട് കേട്ടോ. കൂടുതലായിട്ടും നിങ്ങൾ തമ്മിൽ മെസ്സേജസ് വഴിയാണ് തമ്മിൽ കൂടുതലായിട്ടും സംസാരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ലൈക്ക് റെഗുലർലി നിങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടല്ല കാണുന്നത്.
അവർ വന്നു പോയി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വരുമ്പോൾ കാണും അങ്ങനെ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് മ്യൂച്വൽ അട്രാക്ഷൻ നല്ലപോലെ തന്നെ ഉണ്ട്. നിങ്ങളോ അവരോ കാണാൻ വളരെ നല്ല ഒരു ആളായിരിക്കണം എന്ന് വെച്ചാൽ കറിസ്മാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ സംസാരിച്ച് കയ്യിലെടുത്ത് പെട്ടെന്ന് നിങ്ങളിൽ മറ്റുള്ളവർ ആകൃഷ്ടരാകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചുരുക്കി പറഞ്ഞാൽ. നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഇഷ്ടം തോന്നും. നിങ്ങളോ അവരോ ഒരു രണ്ടുപേരും തന്നെ ആവാം കേട്ടോ. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും. പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ള ഒരാൾ. നിങ്ങളുടെ സംസാരമായാലും നിങ്ങളെ കാണാനായാലും നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി ആയാലും എല്ലാം മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇംപ്രസീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ആളായിരിക്കണം. Give me some more cards, Divine. Give me some more cards for this group. ഇന്ന് എല്ലാ ഗ്രൂപ്പുകാരും തന്നെ ഡീപ്പ് ഡൗൺ ഫീലിംഗ് സ്നേഹമാണെന്ന് എന്തായാലും മനസ്സിലായല്ലോ എല്ലാവർക്കും. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്, മജീഷ്യൻ, ക്വീൻ ഓഫ് കപ്സ്, 7 of swords and 3 of swords. ഓക്കെ. ഇതിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കിങ് ഓഫ് വോൺസിൻ്റെയും ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജി ടുഗദറായിട്ട് ഒരുമിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ല ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജി കാണുന്നുണ്ട്. കാരണം ഇവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്ത് കാണാൻ സാധ്യതയില്ല. ഓക്കെ, മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ എക്സ്പ്രസ് ചെയ്താൽ അതൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലെത്തും എന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവർ അത് എക്സ്പ്രസ് ചെയ്യാത്തതെന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഓവർ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം ഇമോഷണലായിട്ട് തന്നെയാണ് ഇവർ ഫീൽ ചെയ്യുന്നത്. കാരണം സ്നേഹമുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് അവിടെ ചിന്തിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവിടെ പേജ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി വന്നത്. കാരണം ക്ലൗഡി മൈൻഡഡ് ആണ്, ഓവർ തിങ്കിങ് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് പുറത്ത് കടന്ന് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നിവർ വളരെ പ്രാക്ടിക്കലി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെ മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഡീപ്പ് ഡൗൺ ഫീലിംഗ് സ്നേഹം തന്നെയാണ്. ഡിവൈൻ, what is the next action expected from this group? What is the next action expected from this group? ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ അത് പോയി നിൽക്കുമെന്ന് ഇവർക്ക് ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ടാണ് കാരണം തേർഡ് പാർട്ടി അവിടെ സ്ട്രോങ് ആണ്. കിങ് ഓഫ് സ്വാർഡ്സ് ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് അവിടെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. 5 of swords, ഓവർ തിങ്കിങ് ആണ്. 2 of swords, കൺഫ്യൂഷൻ ആണ്. 9 of cups, ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. Ace of cups, ഡീപ്പ് ഡൗൺ ഫീലിങ്സിൽ എന്താണ് Ace of cups ആൻഡ് ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് വോൺസ് റിപ്പീറ്റഡ് ആണ്. സ്നേഹത്തിന് യാതൊരു കുറവുമില്ല കേട്ടോ. ഒരുപാട് സ്നേഹമാണ്. നമുക്ക് തോന്നും സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ മനസ്സിൽ വെച്ചിരുന്നിട്ട് ആരറിയാനാന്നല്ലേ. പക്ഷേ ഇവർ കുറച്ച് പ്രാക്ടിക്കലി ചിന്തിക്കുന്നതാണ് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഫീലിങ്സ് ആണ് നമുക്ക് കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണ്. അവർക്ക് ഒരു ഫീലിംഗ് തോന്നിപ്പോയി, പക്ഷേ അവർ മനസ്സിലാക്കേണ്ട അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാരീഡാണ്. രണ്ടും പേരും മാരീഡായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രബലമായിട്ട് കണക്റ്റ് ആയവരുടെ ആണ് ഈ പറയുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ന്യൂ ലവ് ഒക്കെ ആയിരിക്കും. ന്യൂ ലവ് ആണെങ്കിലും അവിടെ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സ്നേഹം മനസ്സിലുണ്ട്, പക്ഷേ അവിടെ തേർഡ് പാർട്ടി വരുന്ന ആരായിരിക്കും? പാരൻസ് ആയിരിക്കും. അപ്പോൾ അവരെ പേടിച്ച് നിൽക്കുന്ന ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. മനസ്സിലായല്ലോ? കേസ് ബൈ കേസ് നിങ്ങൾ എടുക്കണം. ഇവിടെ മാരീഡ് ആയിട്ട്, കാരണം തേർഡ് പാർട്ടി ഉള്ളവർ കുറേ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു
ഒരു സംശയം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സിംഗിൾ പേഴ്സൺസ് ആണ്, നിങ്ങളൊരു പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ അതിന് ഒരു അക്സെപ്റ്റൻസ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സിംഗിൾസിന് എല്ലാവിടെയും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവിടെ മനസ്സിൽ നിറയെ സ്നേഹമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഒരു കൺഫ്യൂഷൻ, ഒരു പ്രാക്ടിക്കാലിറ്റി അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ എക്സ്പ്രസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അവരുടെ കയ്യിലാണ്. എക്സ്പ്രഷൻ ഓഫ് ലവ് വരുന്നുണ്ട്, കാരണം ഏസ് ഓഫ് കപ്സ് വരുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ സൈഡ് അവർ മനസ്സിലാക്കുന്നുമുണ്ട്. ഓക്കെ, അതാണ് ഇവരുടെ സിറ്റുവേഷൻ. ഇനി ലാസ്റ്റ് സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് TUVWXYZ. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആൽഫബറ്റ്, ഫസ്റ്റ് ആൽഫബറ്റ് ഓഫ് നെയിം വന്നിട്ട് TUVWXYZ തുടങ്ങുന്നതാണ്. ഇവരുടെ പേഴ്സൻ്റെ ഓണസ്റ്റ്, ട്രൂ, ഡീപ്പ് ഡൗൺ ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ് എന്ന് കാണിച്ചു തരൂ. ന്യൂ മൂൺ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരൂ. TUVWXYZ അതാണ് അവരുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. അവരുടെ പേഴ്സൻ്റെ ഓണസ്റ്റ്, ട്രൂ, ഡീപ്പ് ഡൗൺ ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ് എന്ന് കാണിച്ചു തരും. 5 of Pentacles, Chariot, 7 of Pentacles, okay, Wheel of Fortune, 8 of Wands, Queen of Cups. ഇവർ കുറച്ച് ഫൈനാൻസസിനെ കുറിച്ച് ആലോചിച്ച് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ഗ്രൂപ്പുകാർ കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, ഇവരിൽ ഒരു വിഭാഗം യൂണിഫോംഡ് ജോബ്സിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണ് എന്നാണ് കാണുന്നത്. കുറച്ചൊരു എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം, ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കണം. ജിമ്മിലൊക്കെ പോയി അങ്ങനെ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ്സിന്, ഈവൻ അത്ലറ്റ്സ് ആയിരിക്കാം കേട്ടോ, അത്ലറ്റിക് ആയിട്ടുള്ളവരായിരിക്കാം. അതുപോലെ യൂണിഫോം റിക്വയർഡ് ജോബ്സിൽ ഉള്ളവരാണ്. ഇവരുടെ ജോലി ചെയ്യണമെങ്കിൽ ഇവർക്ക് യൂണിഫോം ധരിക്കണം എന്നുള്ള രീതിയിൽ ഉള്ളവരാണ്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ആണ് എന്നാണ് കാണുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അവിടെ ഒരു ചേഞ്ച് ഓഫ് ഫോർച്യൂൺ വരുന്നതായിട്ട്, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്സിങ് എനർജി വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒന്നുകിൽ ഇവർ നിങ്ങളുടെ അടുത്തു നിന്നൊരു മെസ്സേജിന് വെയിറ്റ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. ഒരു കാർമിക് റിലേഷൻ എന്നൊക്കെ നമുക്ക് ചിലരുടെയെങ്കിലും ഒരു കാർമിക് റിലേഷൻ മൂലം ഒരു സെപ്പറേഷൻ, കർമ്മബലം എന്നൊക്കെ പറയില്ലേ, കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ ജന്മത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. ഒരു കാർമിക് റിലേഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ്. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. കാർമിക് ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത്. ഫൈനാൻസസിനെ കുറിച്ച് ഇവർ കുറച്ച് കൂടുതൽ ബോധേഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 10 of Swords, the Sun, Queen of Pentacles, 2 of Pentacles, 5 of Cups. അതായത് ഇവിടെ അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെയാണ്. കാരണം ഒത്തിരി പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് മൂലം
ഇവരുടെ മറ്റ് എനർജികളെല്ലാം ഒരു സ്ലോയിങ് ഡൗണിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ ഹാർഡ് വർക്ക്, ജോലി, ഫൈനാൻസസ് അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഞാൻ പറയും ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുക തന്നെയാണ്. ഓക്കെ, മനസ്സിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഒക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു കമ്മ്യൂണിക്കേഷനാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അവരുടെ ഭാഗത്തുനിന്ന് അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് എന്നെല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിലാക്കായികയൊന്നുമില്ല. പക്ഷേ അവരുടെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്, മാരീഡാണ് എന്ന് കാണുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി അതുമല്ല, ഈ പേഴ്സൺ ആണ് ഇവരുടെ ലൈഫിലുള്ള ഫൈനാൻസസ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവരെ ഈ സ്പൗസിനെ ഇവർ ഡിപ്പെൻഡൻ്റ് ആണ് ഫൈനാൻസസിന് വേണ്ടിയിട്ട്. ഒന്നുകിൽ ഇവർ ഒരു സെപ്പറേഷനിൽ കൂടെയൊക്കെ പോയാൽ ഒരുപാട് പൈസ ഇവർക്ക് സെറ്റിൽ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവരുടെ സ്പൗസ് ഇവരെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കേണ്ടതായിട്ടാണ് ഇവർക്ക് കാണുന്നത്. ഓക്കെ, അഥവാ ഇവർ സിംഗിൾസ് ആണെങ്കിൽ ഇവരുടെ ഫാമിലിയാണ് ഇവരെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ജോലിയൊന്നും ആയിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. എസ്പെഷ്യലി ഇവിടെ മദർ ആണ് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടായിട്ട് കാണുന്ന, അല്ലെങ്കിൽ സ്പൗസ് കേട്ടോ. അതുമൂലം ഈ ഒരു സിറ്റുവേഷൻ മൂലം ഇവർക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്, വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മനസ്സിൽ വളരെയധികം ഒറ്റപ്പെടൽ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ നിന്ന് പുറത്ത് വന്നാലേ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ മാറി ഇവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് എല്ലാവർക്കും പെർട്ടൈനിങ് ആണ്, സിംഗിൾസ് ആയാലും മാരീഡ് ആയാലും ഇത് എക്സാക്റ്റ് ആയിരിക്കും കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ്. കുറച്ച് കൂടുതലായി തന്നെ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാണുന്നുണ്ട്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ജസ്റ്റിസ്. ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് അവർ, കാരണം ഇതിൻ്റെ ഇടയിൽ നിങ്ങളോടുള്ള ഇഷ്ടമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇവരുടെ കേസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. അതിനൊരു സെറ്റിൽമെൻ്റ് ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റ് വരുന്നതായിട്ട്, കാരണം 8 ഓഫ് വാൻസ് അവിടെ ഉണ്ട്. ഈ ഒരു കാര്യം സെറ്റിൽമെൻ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റ് വരും. ഏസ് ഓഫ് കപ്സ്. വളരെ സ്നേഹം തന്നെയാണ് നിങ്ങളുടെ അടുത്ത്, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട കേട്ടോ. ഒരു സ്നേഹത്തിൻ്റെ കാർഡ് വന്നില്ലല്ലോ എന്ന് ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ. മനസ്സിൽ സ്നേഹം തന്നെയാണ്, ഡീപ്പ് ഡൗൺ ഫീലിങ്സിൽ തീർച്ചയായും സ്നേഹമാണ്. പക്ഷേ അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടുള്ള കൺഫ്യൂഷനാണ്. ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ് നടക്കുന്നതിൻ്റെ ടെൻഷൻസും ഉണ്ട്. ക്വീൻ ഓഫ് സ്വാർഡ്സ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. സ്ട്രോങ് ആയതുകൊണ്ടും കൂടിയാണ് ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. സം മോർ കാർഡ്സ് ഡിവൈൻ. നെക്സ്റ്റ് ആക്ഷൻ. പേജ് ഓഫ് സ്വാർഡ്സ്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ, ഈവൻ റിസർച്ച് റിലേറ്റഡ് ഒക്കെ പഠിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 7 ഓഫ് വാൻസ്. ഈ ഒരു സിറ്റുവേഷൻ മൂലം, ഈ സ്റ്റക്ക് സിറ്റുവേഷൻ മൂലം നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും അതിന് നേരെ മുഖം തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മനഃപൂർവ്വം മുഖം തിരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ സിറ്റുവേഷനിൽ മുന്നോട്ട് വന്നാൽ അത് പ്രശ്നങ്ങളാവും എന്നുള്ളൊരു പ്രാക്ടിക്കൽ ചിന്ത മൂലം ഇവർ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ്. ഈ സമയത്ത് ഇവർക്ക് ഇവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്തേ സാധിക്കൂ. കാരണം ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അവിടെ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 2 കാർഡ് കൂടെ എടുക്കാം അല്ലേ. ജഡ്ജ്മെൻറ്റ്. കൂടുതൽ പേരും ഡിവൈന് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ
ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് വീണ്ടും നമുക്ക് കൺഫേം ചെയ്യാം അവിടെ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്. അവരതിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ലാസ്റ്റ് കാർഡ് സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കൂ എന്നിവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ ഈ ഒരു കോർട്ട് കേസിന് തീരുമാനമായതിനു ശേഷം, അല്ലെങ്കിൽ ഫൈനാൻസസ് ആണ് അവിടെ ഇഷ്യൂ എങ്കിൽ അവരുടെ ജോലി ഒന്ന് ശരിയായതിനു ശേഷം, അവരൊന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ജഡ്ജ്മെൻറ്റിൻ്റെ കേസ് വന്നവിടെ ആ കോർട്ട് കേസിൽ ഒരു വിധി ആയതിനു ശേഷം, അല്ലെങ്കിൽ അതൊന്ന് മൂവ് എഹെഡ് ആയതിനു ശേഷം നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഡീപ്പ് ഡൗൺ ഫീലിങ്സ് സ്നേഹം തന്നെയാണ്. കൺഫ്യൂഷൻ കുറച്ച് കൂടുതലായിട്ടുണ്ട്. കരിയർ ഫോക്കസ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഓക്കെ, ന്യൂ മൂണിൻ്റെ എഫക്റ്റ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടവർ എന്ന് ചെയ്യുക. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ തമ്മിലുള്ള ലിങ്ക്. ഓക്കെ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ടേ, എന്നാലേ എനിക്ക് നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ഹൈപ്പ് ഓപ്ഷൻ കിട്ടുന്നവരൊന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചൊരു വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഹൈപ്പ് കൊണ്ട് നമുക്ക് പോസിബിൾ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈവ് ഞാൻ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് അടുത്ത ലൈവ് വരുന്നതാണ്. ഇടയിൽ 2-3 ദിവസം കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ് പറ്റാത്തത്. നെക്സ്റ്റ് വീക്ക് നമുക്ക് കൂടുതൽ ലൈവ് വരാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും മൺഡേ 11 o'clock നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ലൈഫിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ്.